BRM ഷഫീർ, ഇപ്പോൾ കേന്ദ്ര സഹായം അതിന്റെ കാര്യത്തിൽ ആലോചന നടത്തേണ്ടതുണ്ട്. BRM ഷഫീർ, 2 ആഴ്ച സമയമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ തീവ്ര ദുരന്തമായി കാണുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം കേന്ദ്രം അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അടിയന്തര സാഹചര്യം ഏതായാലും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വയനാട് ഇലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഈ നടപടി എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ ശക്തമായി പ്രതിഷേധിച്ചാൽ, നിങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കേന്ദ്രം സഹായം നൽകും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? കേന്ദ്രത്തിന് ഒരു വിചാരമുണ്ട്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ജയിച്ചു വരാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ ഞങ്ങളെ അങ്ങ് വല്ലാതെ അങ്ങ് അവഗണിക്കുക. നിങ്ങൾ സ്ഥിരമായി ജയിച്ചു വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത് ത്രിപുരയിലായിരുന്നാലും നിങ്ങളുടെ ഘടകകക്ഷികളായിട്ടുള്ള ആന്ധ്രാപ്രദേശ് ആയിരുന്നാലും മറ്റേത് സ്റ്റേറ്റ് ആയിരുന്നാലും അവിടങ്ങളിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അകമഴിഞ്ഞ് കൊടുത്തുകൊണ്ട് ആ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കുക. ഈ സമീപനം കേന്ദ്രം മാറ്റണം. കേന്ദ്രത്തിന്റെ കൃത്യമായ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ചൊവ്വാഴ്ച നടന്ന് വയനാട് ജില്ലയിൽ UDF ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിലെങ്കിലും LDF അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരു തെറ്റുമില്ല. കാരണം ഒരു കോമൺ വിഷയത്തിൽ അങ്ങനെ തന്നെ ആവേണ്ടതാണ് എന്നുള്ള വിഷയമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെ കേരളം ചോദിച്ചത് 1500 കോടിയാണ്. ഇവിടെ 1500 കോടി കേരളം ഒരു പ്രപ്പോസലായിട്ട് ചോദിക്കുന്നു. കേരളം എന്ന് പറയുന്നത് CPM കോൺഗ്രസും അല്ല, കേരളമാണ്. അതിൽ BJP ഉൾപ്പെടെ ഉണ്ട്. 1500 കോടി ചോദിക്കുമ്പോൾ പറയുകയാണ് SDRFന്റെ ഫണ്ടിൽ 388 കോടി ഇല്ലേ? സ്വാഭാവികമായിട്ടും BJPയുടെ പ്രതിനിധി ചോദിച്ചു, 388 കോടി ഉണ്ടല്ലോ, അതെങ്കിൽ ചിലവഴിച്ചാൽ പോരെ? അല്ല സഹോദര, അതിനകത്തൊരു കുഴപ്പമുണ്ട്. ഇതെന്നറിയോ, ഇതൊരു എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേറ്റുകളിലും 28 സ്റ്റേറ്റുകളിലും, ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ ഇല്ല, 28 സ്റ്റേറ്റുകളിലും അപ്പോഴപ്പോൾ വരുന്ന അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഒരു ദുരിതം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ദുരന്ത നിവാരണത്തിന് വേണ്ടി ഇതേ വാക്കാണ് ഉപയോഗിക്കുക. ദുരന്ത നിവാരണത്തിന് വേണ്ടി കേന്ദ്രം അതാത് സംസ്ഥാനത്തിന്റെ വിഹിതവും കൂടി ചേർത്തുകൊണ്ട്, വളരെ ശ്രദ്ധിച്ച് കേട്ടോളണം, കേന്ദ്രത്തിന്റെ വിഹിതമൊന്നും അല്ലാതെ കേന്ദ്രം അതാത് സംസ്ഥാനത്തിന്റെ ഓൺ വിഹിതത്തോടു കൂടി ഒരു എമൗണ്ട്, ഒരു വിഹിതം മാറ്റിയിടും. ആ മാറ്റിയിട്ട വകയിലാണ് നിങ്ങൾക്കറിയാം 2024 388 കോടി ഉണ്ട് എന്ന് കേന്ദ്രം പറയുന്നത്. 388 കോടിയിൽ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് തുലവും 291 കോടി രൂപ മാത്രമാണ്. 291 കോടി കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ പൈസയും കേരളം അഥവാ നമ്മുടെ സ്വന്തം സംസ്ഥാനം അതിന്റെ വിഹിതമായി ചേർത്ത് വെച്ചതാണ്. ഇതാരുടെ ഔദാര്യമൊന്നുമല്ല. ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ വന്നാൽ പെട്ടെന്ന് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ 1991 മുതലുള്ള നിയമത്തിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലൊരു റിസർവ് ഫണ്ട് ഉണ്ടാകും. അതാണ് ഇത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ വയനാടിന് വേണ്ടി നിങ്ങൾ കൊടുത്തതാണ്, ഞങ്ങളുടെ ഔദാര്യമാണ് എന്നൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. നിങ്ങൾ വയനാടിന് 10 പൈസയും തന്നിട്ടില്ല. ഇനി പിന്നെ എന്താണ് നിങ്ങൾ കോടതിയിൽ പറഞ്ഞത്? കോടതി ഈ കാര്യം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അത് വിശദീകരണം ചെയ്തു. അമിക്കസ് കുറിയെ കോടതി നിയമിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു പ്രത്യേകമായ അമിക്കസ് കുറിയെ നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞു, വയനാടിൽ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടും പ്രളയത്തെ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടും കൃത്യമായി തന്നെ ശുപാർശകൾ സമർപ്പിക്കുക. അമിക്കസ് കുറി ഹൈക്കോടതിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. എന്താണ് റിപ്പോർട്ട്? ഇത് ലെവൽ 3യുടെ പരിഗണനയിൽ വരേണ്ട വിഷയമാണ്. എന്താണ് ലെവൽ 3? അത് നാഷണൽ കലാമിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നോംസിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോ BJPയുടെ സതീർത്ഥ്യനോടൊരു ചോദ്യം, എന്റെ പൊന്ന് സതീർത്ഥ്യ, ഇത് അമിക്കസ് കുറിയുടെ റിപ്പോർട്ടാണ്. ഇത് UDFന്റെയോ LDFന്റെയോ റിപ്പോർട്ടല്ല. ഇത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അമിക്കസ് കുറി പറയുകയാണ്, ലെവൽ 3യിൽ പരിഗണിക്കേണ്ട തരത്തിലുള്ള അനിതര സാധാരണമായിട്ടുള്ള ഒരു ദുരന്തമാണ് എന്ന് ഹൈക്കോടതിയിൽ അമിക്കസ് കുറി റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈക്കോടതി സോളിസിറ്റർ ജനറലിനെ കക്ഷി ചേർക്കുന്നു. സോളിസിറ്റർ ജനറൽ കോടതിയിൽ വരുന്നു. സോളിസിറ്റർ ജനറൽ നേരിട്ട് ഹാജരായിട്ട് അദ്ദേഹത്തിന്റെ അവിടെ വിട്ട് അതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സോളിസിറ്റർ ജനറൽ പറയുകയാണ്, 3-1 ഇതുമായി ബന്ധപ്പെട്ട് അതിതീവ്ര വിഭാഗത്തിൽപ്പെടുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കും. ശ്രദ്ധിച്ചു കേട്ടോ, 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ പരിഗണിക്കും. 2 ആഴ്ചകൾ അവിടെ സോളിസിറ്റർ ജനറൽ ഒരിടത്ത് പോലും ഇത് നാഷണൽ കലാമിറ്റിയുടെ പരിധിയിൽ വരുന്ന കാര്യമേ അല്ല എന്ന ഒരു കണ്ടൻഷൻ റൈസ് ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി
കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് അതിതീവ്രം അഥവാ ലെവൽ 3 ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് ഞങ്ങൾക്ക് 2 ആഴ്ചത്തെ സമയം വേണമെന്ന് പറയുന്നു. ഹൈക്കോടതി കേസ് മാറ്റുന്നു. എന്നിട്ടോ ഒക്ടോബർ 30-നാണ് കേന്ദ്രം ഇത്തരത്തിൽ അഡീഷണൽ സോളിസിറ്റർ വഴി കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോ നിങ്ങൾ പറഞ്ഞു പിന്നെ ലെവൽ 3-യിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ ചില ആളുകൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അയ്യോ ലെവൽ 3-യിൽ പരിഗണിക്കണമെങ്കിൽ 1/3 ഒരു സംസ്ഥാനത്തിലെ പിന്നെ ജനസംഖ്യയുടെ 1/3 അഫക്റ്റ് ചെയ്യേണ്ടതില്ലേ എന്ന ഒരു കണ്ടൻഷൻ അവരെടുത്തിടാറുണ്ട്. അങ്ങനെയുമല്ല. അത് ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഏറ്റവും അവസാനമായി കോടതികൾ പരിഗണിക്കുന്നത്, സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പരിഗണിക്കപ്പെടേണ്ടത് ഏത് മാനദണ്ഡമാണ് എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പല ചർച്ചകളും ഉണ്ടായിരുന്നു. 2005-ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ് ഇതിന് ബാധകം. എന്താണ് ആക്ട് പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രദേശത്ത് മനുഷ്യനിർമ്മിതമായോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ന്യൂക്ലിയർ ആവാം, രാസമാവാം, അങ്ങനെയുള്ള മനുഷ്യന്റെ തന്നെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, സ്വാഭാവികമായിട്ടോ ആകസ്മികമായിട്ടോ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, അതുപോലെ തന്നെ ജീവനും സ്വത്തിനും വലിയ തരത്തിൽ ദോഷം വരുത്തുന്ന അപകടങ്ങൾ എന്നിവയെല്ലാം ഇത്തരത്തിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാമെന്ന് 2005-ലെ ഡിസാസ്റ്റർ ആക്ടിലെ വകുപ്പിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ബാധകം. അത് പറഞ്ഞതാരാ? സംസ്ഥാന സർക്കാരല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കവേ അതിനകത്ത് ഒരു വാദമുന്നയിച്ചു, മുൻ കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുകൾ ഇതിനെതിരാണ്. അപ്പൊ കോടതി പറഞ്ഞു അല്ല. കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വായിച്ചിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.